പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ലേണേഴ്സ് ഹബിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇൻകം ടാക്സിലെ ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ബാച്ചുകളെല്ലാം നല്ല നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇനി ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് നല്ല രീതിയിൽ പഠിക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇൻകം ടാക്സിൽ നമുക്ക് 5 ഹെഡ്സ് ഓഫ് ഇൻകംസ് ആണുള്ളത് നമുക്കറിയാം. ഏതൊക്കെയാ ഒന്ന് ആലോചിച്ച. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം അതർ സോഴ്സ്. ഈ 5 ഹെഡ്സിന്റെ ടോട്ടൽ ആണ് എന്തെന്ന് പറയുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൽ നിന്ന് നമ്മുടെ ഡിഡക്ഷൻസുകളൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടും. ദെൻ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇൻകം ടാക്സ് എന്ന ഓർക്കിക്ക് ടാക്സ് ആയിട്ട് നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ ആണല്ലോ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മളപ്പോൾ ഓരോ ഹെഡിനെയും ഡിഫറെന്റ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് വിശദമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹെഡാണ് ഇൻകം ഫ്രം സാലറീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ ആദ്യത്തെ ക്ലാസ് ആണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, നോട്ട്സ് എഴുതിയെടുക്കുക. പ്രോബ്ലംസുകളൊക്കെ വരുമ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾ ചെയ്യാം. ഓക്കെ, അതുപോലെ സംശയങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാവുന്നതാണ്. ക്ലിയർ? നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ് ഡെഫിനിഷൻ അല്ലെങ്കിൽ മീനിങ് ഓഫ് സാലറി എന്താണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് നോക്കാം. അപ്പൊ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. സാലറി റെഫേഴ്സ് ടു എനി പേയ്മെന്റ് ഓർ പെർക്വസീറ്റ് റിസീവ്ഡ് ബൈ എൻ ഇൻഡിവിജ്വൽ ഫ്രം എംപ്ലോയർ ഇൻ കണക്ഷൻ വിത്ത് എംപ്ലോയ്മെന്റ് അണ്ടർ എ കോൺട്രാക്ട് ഓർ സർവീസസ്. അതായത് ഒരു എംപ്ലോയിക്ക് ഒരു എംപ്ലോയറുടെ കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലും പേയ്മെന്റോ അല്ലെങ്കിൽ പെർക്വസീറ്റ്സോ അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത് സാലറി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒരു എംപ്ലോയിക്ക് എംപ്ലോയറുടെ ആ ജോലി ചെയ്യുന്ന ആ ഒരു കോൺട്രാക്ട് ബേസിൽ അല്ലെങ്കിൽ ആ ഒരു സർവീസ് എന്താണോ കൊടുക്കുന്നത് അതിന്റെ ബേസിൽ ഒരു എംപ്ലോയർ എംപ്ലോയിക്ക് എന്തെങ്കിലും പേയ്മെന്റോ പെർക്വസിറ്റ്സോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എംപ്ലോയി എന്തെങ്കിലും പേയ്മെന്റോ പെർക്വസിറ്റ്സോ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത് സാലറി എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ഉണ്ടാകുന്ന ഡൗട്ടാണ്, എന്ത് സാറ് ഈ പെർക്വസിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പേയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ എന്തെങ്കിലും എമൗണ്ട് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഒരാൾക്ക് എംപ്ലോയിക്ക് കൊടുക്കാം. പെർക്വസിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പൈസ ആയിട്ടാവില്ല കൊടുക്കുന്നുണ്ടായിരിക്കുക, എന്തെങ്കിലും ബെനിഫിറ്റ് ആയിരിക്കും കൊടുക്കുക. ചില സമയങ്ങളിൽ പൈസ ആയിട്ട് കൊടുക്കുന്നതും പെർക്വസിറ്റ് ആവാറുണ്ട്. അതല്ലാതെ സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറയുകയാണെന്നുവെച്ചെങ്കിൽ ഇപ്പൊ ഒരു എംപ്ലോയി ഉണ്ടായിരിക്കും. എംപ്ലോയിക്ക് എന്ത് ചെയ്യാണ്, കാർ യൂസ് ചെയ്യാൻ കൊടുക്കുകയാണ് അല്ലെ. അപ്പൊ ജോലിയുമനുബന്ധിച്ചുമായ എന്തെങ്കിലും കാര്യങ്ങൾക്ക് കാർ യൂസ് ചെയ്യാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, ഒരു പെർക്വസിറ്റ്സ് എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ എംപ്ലോയിക്ക് എന്ത് ചെയ്യണം, രാവിലെയും ഉച്ചയ്ക്കും ലഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നു. രാവിലെ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അവിടെ പൈസ ഇടുക, നീ ഇത്ര രൂപയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ, ഇത്ര രൂപയ്ക്ക് ലഞ്ച് കഴിച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കുകയല്ല ചെയ്യുന്നത്. എന്ത് ചെയ്യാണ്, ഫുഡായിട്ട് കൊടുക്കുന്നു. സോ അവിടെ എമൗണ്ട് ആയിട്ടല്ല കൊടുക്കുന്നത്. ക്ലിയർ ആണല്ലോ. സോ ഇതൊക്കെയാണ് എന്തിൽ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എംപ്ലോയിക്ക് എന്ത് ചെയ്യണം, താമസിക്കാനായിട്ടുള്ള അക്കോമഡേഷൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. സോ ഇതെല്ലാം എന്തിൽ വരുന്നതാണ്, പെർക്വസിറ്റ്സ് എന്ന് പറയുന്ന അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും പേയ്മെന്റോ പെർക്വസിറ്റ്സോ ഒരു ഇൻഡിവിജ്വൽ ഒരാൾക്ക് ഒരു എംപ്ലോയർ കൊടുക്കുകയാണ് ഇൻ കണക്ഷൻ വിത്ത് അവരുടെ ജോലിയാണെന്ന് വെച്ചാൽ അതിനെ സാലറി എന്ന് വിളിക്കും. ഇനി ആസ് പെർ ദി സെക്ഷൻ 17 ക്ലോസ് 1 സാലറിനെ പറ്റിയിട്ട് ഇൻകം ടാക്സ് പറയുന്നത്. ആസ് പെർ സെക്ഷൻ 17 ക്ലോസ് 1 ഇതിനെ പറ്റിയിട്ട് പറയുന്നത്, നമ്മുടെ സാലറിനെ പറ്റിയിട്ട് ഇൻകം ടാക്സ് ആക്ടിൽ പറയണം. അതൊന്ന് മനസ്സിലാക്കുക. സാലറി ഇൻക്ലൂഡ്സ് പറയുന്നുണ്ട് ഓൾ കൈൻഡ് ഓഫ് റെമ്യൂണറേഷൻ റിസീവ്ഡ് ബൈ എൻ എംപ്ലോയി ഫ്രം ദി എംപ്ലോയർ ഇൻ കണക്ഷൻ വിത്ത് എംപ്ലോയ്മെന്റ് വിത്ത് പേയബിൾ ഇൻ ക്യാഷ് ആവാം, കൈൻഡ്സ് ആവാം. ഇപ്പൊ പറഞ്ഞ പോലെയുള്ള ക്യാഷ് ആയിട്ടും ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആയിട്ടാവാം എന്നാണ് പറയണത്. അപ്പൊ നിങ്ങൾ എന്താണ് സാലറി എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, സാലറി കമ്പോണൻസ് എന്തൊക്കെയാണുണ്ട്, സാലറി ഇൻക്ലൂഡ്സ് എന്തൊക്കെ ഐറ്റംസുകളാണ് എന്നുള്ളതാണ്. സാലറി എന്ന് പറഞ്ഞാൽ വെറും ഒറ്റ ഐറ്റം മാത്രമല്ല അതിൽ വരുന്നുണ്ടായിരിക്കുക, അതിൽ കുറെ ഐറ്റംസുകളുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളോട് സാലറി ഇതിനൊരു 2 മാർക്കിനോ 3 മാർക്കിനോ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സാലറി എന്താണെന്ന് എഴുതണം. ദെൻ സാലറി ഇൻക്ലൂഡ്സ് അല്ലെങ്കിൽ സാലറിയുടെ കമ്പോണൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം,
നമ്മൾ താഴേക്ക് കുറച്ച് പോയിന്റ്സുകൾ എഴുതണം. ദ ഫസ്റ്റ് വൺ ബേസിക് സാലറി. ബേസിക് പേ എന്ന് പറയുന്നത് നമ്മുടെ ഇതിൽ എന്താണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ്. രണ്ടാമത്തെ ഡിയർനെസ് സാലറി. ബേസിക് സാലറി എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് നമ്മൾ ഒരു ജോലി ചെയ്യുന്നതിനായിട്ട് പോകുന്നതിനായിട്ട് മുന്നേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഒരു സെറ്റ്. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ജോലിക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ചോദിക്കുക ബേസിക് എത്ര കിട്ടുന്നതായിരിക്കും, ബേസിക് പേ എത്ര കിട്ടും. അതായത് ഓൾറെഡി നമുക്ക് ആ ജോലി ചെയ്യുമ്പോൾ അവർ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു എമൗണ്ട് ഉണ്ടായിരിക്കും, അതിനെയാണ് എന്തെന്ന് പറയുന്നത് ബേസിക് സാലറി എന്ന് പറയുന്നത്. ഓക്കെ. രണ്ടാമത്, അതായത് ഫിക്സഡ് കമ്പോണന്റ് എഗ്രീഡ് വിത്ത് എംപ്ലോയ്മെന്റ് കോൺട്രാക്ട്. നമ്മൾ ഒരു ഫിക്സഡ് ആയിട്ട് നമ്മൾ ചെയ്ത് വെക്കുന്ന ഒരു കോമ്പോണന്റ് ആണ് ഇതിൽ നമ്മൾ ആ എഗ്രിമെന്റ് കോൺട്രാക്ട് ഫിക്സ് ചെയ്ത് വെക്കുന്ന ആ ഒരു എമൗണ്ടിനെയാണ് ബേസിക് പേ അല്ല ബേസിക് സാലറി എന്ന് പറയുന്നത്. അടുത്താണ് ഡിയർനെസ് അലവൻസ്. ഡിയർനെസ് അലവൻസ് എന്ന് പറഞ്ഞാൽ ബേസിക് പേ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സാലറിയിൽ ഇൻക്ലൂഡ് ആയിട്ട് ഒരു ഐറ്റാണ് ഡി എ. ഡി എ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. നമുക്കറിയാലോ, നമുക്ക് നമ്മുടെ എക്കണോമിയിൽ ഇന്ന് വാങ്ങുന്ന ഒരു സാധനത്തിന്റെ വിലയാവില്ല നെക്സ്റ്റ് ഇയറിൽ വാങ്ങുമ്പോൾ, കാരണം വില കൂടിയിട്ടുണ്ടായിരുന്നു ഇൻഫ്ലേഷൻസുകളും ഒക്കെ കാരണം. മാർക്കറ്റ് കണ്ടീഷനിൽ ചേഞ്ച് വരുന്നത് കൊണ്ട് തന്നെ ഇൻഫ്ലേഷൻസുകളിലൊക്കെ ചേഞ്ച് വരാൻ സാധ്യത. സോ സാധനങ്ങളുടെ വില കൂടും. അപ്പൊ ഇങ്ങനെ വില കൂടുമ്പോൾ ഒരാൾക്കൊരു 1 lakh റുപ്പീസ് സാലറി കിട്ടുന്നുണ്ട് വെച്ചെങ്കിൽ അവനൊരു 10 കൊല്ലം 1 lakh തന്നെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യുക, അവരുടെ പർച്ചേസിങ് പവർ മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ സാലറി നമ്മുടെ കമ്പനി എന്ത് ചെയ്യുന്ന വെച്ചാൽ ഡി എ എന്ന് പറഞ്ഞൊരു ഐറ്റം എന്ത് ചെയ്യണം, ഈ പ്രൈസ് ഫ്ലക്ച്വേഷൻസുകളൊക്കെ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് അഡ്ജസ്റ്റ്മെന്റ് പേ ടു ഓഫ് സെറ്റ് ഇൻഫ്ലേഷൻ എഫക്ട്, ഇൻഫ്ലേഷനിൽ വരുന്ന എഫക്റ്റുകളെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ പർച്ചേസിങ് പവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഡി എ എന്ന് പറഞ്ഞിട്ട് സാലറിയുടെ ഒപ്പം എംപ്ലോയിക്ക് ഒരു എമൗണ്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കും. സോ അതിനെയാണ് എന്ന് പറയുന്നത് ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത്. അപ്പൊ സാലറി ഇൻക്ലൂഡ്സ് ബേസിക് സാലറി പ്ലസ് ഡിയർനെസ് അലവൻസ്. അടുത്താണ് ബോണസ്. ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്തെങ്കിലും ഇൻസെന്റീവ് പേയ്മെന്റ് ബേസ്ഡ് ഓൺ പെർഫോമൻസ് ഓർ ആനുവൽ അച്ചീവ്മെന്റ്. നമ്മൾ എന്തെങ്കിലും ഇൻസെന്റീവ് അവരുടെ പ്രത്യേക കഴിവുകളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് അവർക്ക് കൊടുക്കുന്ന ഇൻസെന്റീവോ അല്ലെങ്കിൽ ആനുവൽ ആയിട്ട് നമ്മൾ അവരുടെ അച്ചീവ്മെന്റ്സിനൊക്കെ നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്ന എമൗണ്ടിന്, സാലറിയും ഡി ഒന്നും കൂടാതെ നമ്മൾ കൊടുക്കുന്ന എന്തെങ്കിലും എമൗണ്ടിന് നമുക്ക് ബോണസ് എന്ന് പറഞ്ഞു വിളിക്കാം. അടുത്ത കമ്മീഷൻ. യൂഷ്വലി ബേസ്ഡ് ഓൺ നമുക്ക് നല്ല രീതിയിലൊക്കെ സെയിൽസും ടാർഗറ്റ് ഒക്കെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് ആണെന്ന് പറയുന്നത് കമ്മീഷൻ എന്ന് പറയുന്നത്. സോ കമ്മീഷൻ ഈസ് എ പാർട്ട് ഓഫ് ദി സാലറി ആണെന്നുള്ളത് മനസ്സിലാക്കുക. ക്ലിയർ? അടുത്ത കമ്പോണന്റ് നോക്കാം, പെർക്വിസിറ്റ്സ്. നമ്മൾ പെർക്സ് ഒക്കെ പറയും. എന്താ പെർക്വിസിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു, ബെനിഫിറ്റ് ഇൻ അഡീഷൻ ടു സാലറി. സാലറി കൂടാതെ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ബെനിഫിറ്റിനെയാണ് എന്ന് പറയുന്നത് പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. ലൈക്ക് എന്തൊക്കെയാ വരിക, റെന്റ് ഫ്രീ അക്കോമഡേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞു, എംപ്ലോയിക്ക് താമസിക്കുന്നതിനുള്ള വീട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, പിന്നെ കമ്പനിയുടെ കാർ ഉപയോഗിക്കാൻ കൊടുക്കുന്നു, അതുപോലെ തന്നെ ക്ലബിലുള്ള മെമ്പർഷിപ്പുകൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. സോ ഇതിനൊക്കെയാണെന്ന് പറയുന്നത് പെർക്വിസിറ്റ്സ് അല്ലെങ്കിൽ പെർക്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഉണ്ടടാ അലവൻസസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പെർക്വിസിറ്റ്സും അലവൻസും ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രോബ്ലം വെച്ചിട്ട് തന്നെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ. അടുത്തത് അലവൻസ് ആണ്. അലവൻസിന്റെ അണ്ടറിൽ വരുന്ന ഇതാണ് സ്പെഷ്യൽ അലവൻസുകളുണ്ട്, കൺവെയൻസ് അലവൻസുകളുണ്ട്, മെഡിക്കൽ അലവൻസുകളുണ്ട് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാം മനസ്സിലാക്കി വെക്കുക. അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ അഡീഷണൽ ആയിട്ട് സാലറിയുടെ ഒപ്പം കൊടുക്കുന്ന ഒരു എമൗണ്ട് ഓഫ് മണീനെയാണ് അലവൻസ് എന്ന് പറയുന്നത്. സോ ഒരുവിധ അലവൻസുകളെല്ലാം നമ്മുടെ സാലറിയിൽ ഇൻക്ലൂഡഡ് ആവുന്നു. ഇനി ഇൻക്ലൂഡഡ് ആവാത്ത ഫുള്ളി എക്സംപ്റ്റഡ് ആയിട്ടുള്ള അലവൻസുകളുണ്ട്. സോ അലവൻസിന്റെ ആയിട്ട് വരുമ്പോൾ വൃത്തിക്കാണ് പറയുന്നത്. ഓക്കെ. പിന്നെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെൻഷൻ, ഗ്രാറ്റുവിറ്റി, ലീവ് എൻഗേജ്മെന്റ് തുടങ്ങിയ ഐറ്റംസുകളൊക്കെ സാലറിയുടെ ഭാഗം തന്നെയാണ്. ഇതും നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ. സോ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് സാലറി ഉണ്ടായിരിക്കാം, ഡിയർനെസ് അലവൻസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം. ബേസിക് സാലറി പ്ലസ് ഡിയർനെസ് അലവൻസ് പ്ലസ് ബോണസ് പ്ലസ് കമ്മീഷൻ പ്ലസ് പെർക്വിസിറ്റ്സ് അല്ലെങ്കിൽ പെർക്ക് പ്ലസ് പിന്നെന്താ അലവൻസ്, ദെൻ റിട്ടയർമെന്റ് ബെനിഫിറ്റ്. ഏതൊക്കെയാ പെൻഷൻ, ഗ്രാറ്റുവിറ്റി, ലീവ് എൻഗേജ്മെന്റ് എന്നുള്ളത് എന്ത് ചെയ്യുക മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ. അപ്പൊ എന്താണ് സാലറി എന്നുള്ളതും അതുപോലെ തന്നെ എന്താണ് സാലറി ഇൻക്ലൂഡ്, അതിന്റെ കമ്പോണൻസ് എന്താണെന്നുള്ളത് എന്തായി വിശദമായിട്ട് നമ്മളിപ്പോ പഠിച്ചു. ക്ലിയർ ആണല്ലോ? അടുത്തതായിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് സാലറി കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു ഗ്രോസ് സാലറി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
എന്തൊക്കെ നമ്മൾ ആഡ് ചെയ്യണം? ഇപ്പൊ നമ്മൾ പഠിച്ചു കുറെ കാര്യങ്ങൾ അല്ലെ. ബേസിക് സാലറി പ്ലസ് ഡിയർനെസ് അലവൻസ് പ്ലസ് അലവൻസസ് പ്ലസ് പെർക്വസിറ്റ്സ് പ്ലസ് ബോണസ് പ്ലസ് കമ്മീഷൻ പ്ലസ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്. ഇപ്പൊ നമ്മൾ ആ കമ്പോണൻസ് പഠിച്ചില്ലേ? ഇതിനെല്ലാം കൂടി ആഡ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ആണ് എന്തെന്ന് വിളിക്കുന്നത്? ഗ്രോസ് സാലറി. മറക്കരുത്, ഗ്രോസ് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് സാലറി പ്ലസ് ഡിയർനെസ് അലവൻസ് പ്ലസ് ബാക്കിയുള്ള അലവൻസുകൾ പ്ലസ് പെർക്വസിറ്റ്സ് പ്ലസ് ബോണസ് പ്ലസ് കമ്മീഷൻ പ്ലസ് റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആണ്. ക്ലിയർ ആണല്ലോ? ഇനി അലവൻസ് എന്നുള്ളതിന് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു വലിയ ഹെഡായിട്ട് പഠിക്കാനുണ്ട്. ചില അലവൻസുകളൊക്കെ എക്സംഷൻസ് ഉണ്ട്. അണ്ടർ സെക്ഷൻ 10 പ്രകാരം ചില അലവൻസുകളൊക്കെ നമുക്ക് എക്സംപ്റ്റഡ് ആണ്, അതൊന്നും എടുക്കണ്ട. അതാണ് HRA, ഹൗസ് റെന്റ് അലവൻസ്, ലീവ് ട്രാവൽ അലവൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പൊ ഒരു അണ്ടർ സെക്ഷൻ 10 പ്രകാരം ചില അലവൻസുകൾ നമ്മുടെ സാലറിയിൽ നിന്ന് എക്സംപ്റ്റഡ് ഉണ്ടെന്നുള്ളത് മാത്രം എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കുക. പിന്നെ സാലറിയിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു 50,000, അതായത് എല്ലാ സാലറി നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ടോട്ടൽ സാലറി നമ്മൾ കണ്ടെത്തുന്നതിനായിട്ടും തൊട്ട് മുന്നേ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് നമുക്ക് അതിൽ നിന്ന് ഒരു 50,000 രൂപ കുറച്ച് കളയാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇൻകം ടാക്സ് ആയിട്ട് നമുക്ക് തരുന്നുണ്ട്. സോ അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. അപ്പൊ 50,000 രൂപേനെ വിളിക്കുന്ന പേരെന്താടാ? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സാലറി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് 50,000 രൂപയും കൂടി കുറച്ചതിന് ശേഷം മാത്രം നമ്മൾ ബാക്കിയുള്ള എമൗണ്ടിന് എന്തടച്ചാൽ മതി? ടാക്സ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി എന്നുള്ളത് എന്ത് ചെയ്യാം? മനസ്സിലാക്കി വയ്ക്കാം. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? എന്താണ് സാലറി എന്ന് പഠിച്ചു, എന്തൊക്കെയാണ് അതിൽ വരുന്ന കമ്പോണൻസ് എന്ന് പഠിച്ചു, എങ്ങനെയാണ് അത് കമ്പ്യൂട്ടേഷൻ ചെയ്യാമെന്ന് നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. അത് നമുക്ക് നോക്കാം എന്താണ് അലവൻസ്, അതുപോലെ തന്നെ എന്താണ് അലവൻസിന്റെ മീനിങ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ആ സാലറി എന്നുള്ളതിൽ നമ്മൾ കുറെ ഐറ്റംസുകൾ പഠിച്ചു, അതിന്റെ ഓരോ കാര്യങ്ങൾ എടുത്ത് പഠിക്കുകയാണ്. അതിൽ നമുക്ക് അലവൻസിനെ പറ്റിയിട്ടും പെർക്വസിറ്റ്സിനെ പറ്റിയിട്ടും നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നോക്കാം. അലവൻസ് ഈസ് എ ഫിക്സഡ് എമൗണ്ട് പെയ്ഡ് ബൈ ദി എംപ്ലോയർ ടു ദി എംപ്ലോയി as a part of the salary package to meet specific personal and professional expenses. ഒരു വ്യക്തിയുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാലറിയുടെ ഒപ്പം എംപ്ലോയർ ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്ന ഒരു പാക്കേജ് അല്ലെങ്കിൽ ഒരു എമൗണ്ട് ഓഫ് മണീനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞാൽ അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ഇൻ അഡീഷൻ ടു ബേസിക് സാലറി. ഇത് ബേസിക് സാലറിയോടൊപ്പം അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു എമൗണ്ട് ആണ് ടു കവർ ദി കോസ്റ്റ് ഓഫ് പെർഫോമിംഗ് ജോബ് ഡ്യൂട്ടീസ്. നമ്മൾ നേരത്തെ പറഞ്ഞു പേഴ്സണൽ നീഡ്സോ ജോബ് ഡ്യൂട്ടീസ്, സെയിം മീനിങ് കാര്യം തന്നെയാണ് രണ്ട് കാര്യത്തിലും പറയുന്നത്. സോ അലവൻസ് എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാനോടാ? പഠിച്ചു വെക്കണം. ദാറ്റ്സ് എ മീനിങ് ഓഫ് അലവൻസ് എന്ന് പറഞ്ഞ് എക്സാമിന് ചോദിക്കാറുണ്ട്. ക്ലിയർ? ഇനി നമുക്ക് നോക്കാം എക്സാമ്പിൾസ് ആണ് അലവൻസിന് പ്രധാനമായിട്ടുള്ള എക്സാമ്പിൾസ്. അതിനു വേണ്ടി ഞാൻ പറഞ്ഞുതരാം. അലവൻസിനെ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടടാ. ഒന്ന് ടാക്സബിൾ അലവൻസ്. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എഴുതി വെക്കുമ്പോൾ allowances are classified into 3 types. The first one is that taxable allowance. Okay, അപ്പൊ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ടാക്സ് അടയ്ക്കുക. അതായത് ദാറ്റ് മീൻസ് ഈ പറയുന്ന എല്ലാ അലവൻസുകൾക്കും ഒരു എംപ്ലോയിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഫുൾ ആ എമൗണ്ടിന് ടാക്സ് അടച്ചോളണം. നോക്കാം. ഡിയർനെസ് അലവൻസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. DA ഒരു എംപ്ലോയിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ 10,000 രൂപ DA കിട്ടിക്കഴിഞ്ഞാൽ 10,000 രൂപയ്ക്കും ആ എംപ്ലോയി എന്ത് ചെയ്യണം? ടാക്സ് അടച്ചോളണം. അടുത്ത സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് ആണ്, CCA. എന്താ CCA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ ഇവിടെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് സാലറി കുറവായിരിക്കും. നേരെ മറിച്ച് ബാംഗ്ലൂരോ ചെന്നൈയിലോ അങ്ങനെ സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ? സാലറി കൂടുതലായിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും? അവിടെ ലിവിങ് എക്സ്പെൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ എംപ്ലോയീസ്, അവിടുത്തെ കമ്പനികൾ അവിടുത്തെ എംപ്ലോയിക്ക് സാലറി കൊടുക്കുമ്പോൾ ഒരു അലവൻസ് കൊടുക്കുന്നുണ്ട്. എന്താ? സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്. അതായത് അവിടുത്തെ ലിവിങ് എക്സ്പെൻസസുകളൊക്കെ മീറ്റ് ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ട്, ഈ സിറ്റികളാകുമ്പോൾ അവിടെ സാധനങ്ങൾക്ക് വില കൂടുതലാണ്. സോ അത് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി അവിടുത്തെ കമ്പനിയിലുള്ള എംപ്ലോയീസിന് എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു അലവൻസ് കൊടുക്കുന്നുണ്ട്. ആ അലവൻസിനെയാണ് സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്. പെയ്ഡ് ടു എംപ്ലോയി ഇൻ മെട്രോ സിറ്റീസ് ടു കവർ ദി ഹയർ കോസ്റ്റ് ഓഫ് ലിവിങ്. അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് CCA. സ്പെഷ്യൽ അലവൻസുകൾ ഉണ്ട് അടുത്തത്. അതായത് എന്തൊക്കെയാ? given for specific task roles fully taxable in exception is the, അതായത് എന്തെങ്കിലും പ്രത്യേക തരം ടാസ്ക് റോളുകളൊക്കെ ഒരു എംപ്ലോയി ചെയ്യുന്നുണ്ട് വെച്ചെങ്കിൽ അവർക്ക് കൊടുക്കുന്ന അലവൻസിനെയാണ് സ്പെഷ്യൽ അലവൻസ് എന്ന് പറയുന്നത്. പിന്നെ എന്റർടൈൻമെന്റ് അലവൻസ് ഉണ്ട്, ഫുള്ളി ടാക്സബിൾ ആണ്. പക്ഷെ ഒരു കാര്യം ഉണ്ട്, എന്റർടൈൻമെന്റ് അലവൻസ്
നോൺ ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രമാണ് എന്തുള്ളൂ ടാക്സബിൾ ഉള്ളൂ. ഗവൺമെന്റ് എംപ്ലോയീസിന് എക്സംഷൻ ആണ്. ശ്രദ്ധിക്കണം, എന്റർടൈൻമെന്റ് അലവൻസ് ഫോർ നോൺ ഗവൺമെന്റ് എംപ്ലോയീസ് ഈസ് ഫുള്ളി ടാക്സബിൾ. ഓക്കെ ആണല്ലോ. ഗവൺമെന്റ് എംപ്ലോയി ആണെന്ന് വെച്ചെങ്കിൽ എക്സെപ്ഷൻ വരുന്നുണ്ട് അണ്ടർ സെക്ഷൻ 16 ഒക്കെ പ്രകാരം. ഓക്കെ ആണ്. അപ്പൊ എന്റർടൈൻമെന്റ് അലവൻസ് നോൺ ഗവൺമെന്റ് എംപ്ലോയീസിന് ഫുള്ളി ടാക്സബിൾ ആണ്. ഓവർ ടൈം അലവൻസ്, നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ വർക്ക് കൂടുതൽ, നമുക്കൊരു ദിവസം 8 മണിക്കൂറോ ജോലി എന്നുണ്ടെങ്കിൽ നമ്മൾ അന്ന് 10 മണിക്കൂറോ 11 മണിക്കൂറോ നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന അലവൻസിനെയാണ് എന്ന് പറയുന്നത് ഓവർ ടൈം അലവൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫുള്ളി ടാക്സബിൾ ആയിട്ടുള്ള എത്ര അലവൻസ് ഇപ്പൊ പഠിച്ചു? DMS അലവൻസ്, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, സ്പെഷ്യൽ അലവൻസ്, എന്റർടൈൻമെന്റ് അലവൻസ് ആൻഡ് ഓവർ ടൈം അലവൻസ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നോക്കാം അടുത്ത ടൈപ്പ്, യൂണിഫോം അലവൻസ്. അത് തന്നെ വരുന്നതാണ്, ഫുള്ളി ടാക്സബിൾ വരുന്ന അടുത്തൊരു അലവൻസ് ആണ് യൂണിഫോം. പ്രൊവൈഡഡ് ടു പർച്ചേസ്. നമുക്കറിയാം ചില ഓർഗനൈസേഷനിലൊക്കെ നമുക്ക് യൂണിഫോമും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ യൂണിഫോം അല്ല, അതിന് വേണ്ടിയിട്ട് പൈസ നമുക്ക് കമ്പനി തന്നെ നമുക്ക് തരും. സോ പ്രൊവൈഡഡ് ടു പർച്ചേസ് ആൻഡ് മെയിൻറ്റെയിൻ യൂണിഫോം ടാക്സബിൾ ഇഫ് ഇസ് നോട്ട് എക്സംപ്റ്റഡ് ബൈ സ്പെസിഫിക് റൂൾസ്. അതെന്താണ്? നമുക്ക് ടാക്സബിൾ ആയിട്ടുള്ളതാണ്. പിന്നെ സ്കിൽ അലവൻസ് പെയ്ഡ് ടു എംപ്ലോയി പൊസസിങ് സ്പെസിഫിക് സ്കിൽ ഓർ ക്വാളിഫിക്കേഷൻ. ഫോർ എക്സാമ്പിൾ നമ്മളൊരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ക്വാളിഫിക്കേഷൻ എടുക്കും. PhD എടുക്കാം, അല്ലെങ്കിൽ ഒരു PG എടുക്കാം. അപ്പൊ നിലവിലുള്ള ക്വാളിഫിക്കേഷനേക്കാളും കൂടുതലായിട്ട് നമുക്ക് ക്വാളിഫിക്കേഷൻ കൂടുമ്പോൾ അതിന് നമുക്ക് അവൻ എന്ത് തരും? ഒരു അലവൻസ് നമുക്ക് തരും. അതായത് നമ്മുടെ സാലറിയിൽ ഇൻക്രിമെന്റ് ഉണ്ടായിരിക്കും. സോ അതിനെയാണ് എന്തെന്ന് പറയുന്നത് സ്കിൽ അലവൻസ് എന്ന് പറയുന്നത്. പിന്നെ നൈറ്റ് ഷിഫ്റ്റ്, നമുക്കറിയാലോ പകല് ജോലി ചെയ്യുന്നത് പോലെയല്ല നൈറ്റ് ചെയ്യുമ്പോൾ. നമ്മുടെ പല ആൾക്കാരും TCSലും അവിടെയൊക്കെ പോയിട്ട് നമ്മുടെ കുട്ടികൾ തന്നെ കുറെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും നൈറ്റ് ഷിഫ്റ്റ് അലവൻസ് എന്ന് പറഞ്ഞിട്ട് അലവൻസ് അവരുടെ സാലറിയോടൊപ്പം കിട്ടുന്നുണ്ടായിരിക്കും. സോ അതാണ് ഇതെന്ന് പറയുന്നത് നൈറ്റ് ഷിഫ്റ്റ് അലവൻസ് എന്ന് പറയുന്നത്. പിന്നെ റെസ്പോൺസിബിലിറ്റി അലവൻസ് പെയ്ഡ് ടു എംപ്ലോയി ഗിവൻ എക്സ്ട്രാ. നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ അവൻ ചെയ്യുന്ന ഇതല്ലാതെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് നൽകുന്ന അലവൻസ് ആണ് റെസ്പോൺസിബിലിറ്റി അലവൻസ്. പിന്നെ ആക്ടിങ് അലവൻസ്, ഇപ്പൊ നമ്മുടെ ഒരാളില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പൊ മാനേജർ ഇല്ല എന്നുണ്ടെങ്കിൽ ആ മാനേജറുടെ ഡ്യൂട്ടി വേറൊരാൾ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, സോ അങ്ങനെ വരികയാണെന്ന് വെച്ചാൽ ആ ഒരു സിറ്റുവേഷൻ ഒക്കെ വരികയാണെങ്കിൽ അതിന് കൊടുക്കുന്ന അലവൻസിനെയാണ് ആക്ടിങ് അലവൻസ് എന്ന് പറയുന്നത്. പെയ്ഡ് വെൻ ദി എംപ്ലോയി പെർഫോം ദി ഡ്യൂട്ടീസ് ഓഫ് എ ഹയർ പോസ്റ്റ് ടെമ്പററിലി. താൽക്കാലികമായിട്ട് നമ്മൾ ഒരു ഹയർ പോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? പെർഫോം ചെയ്യുന്നുണ്ട് വെച്ചെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് ആക്ടിങ് അലവൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഏതൊക്കെ അലവൻസുകളാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മൾ പഠിച്ചത് ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണല്ലോ. ഫുള്ളി ടാക്സബിൾ അലവൻസിൽ ഏതൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്? ഫസ്റ്റ് വൺ DMS അലവൻസ്, സെക്കൻഡ് വൺ സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് അല്ലെ, മൂന്നാമത്തെ പറഞ്ഞത് സ്പെഷ്യൽ അലവൻസ്, പിന്നെ എന്റർടൈൻമെന്റ് അലവൻസ്, നെക്സ്റ്റ് ഓവർ ടൈം അലവൻസ് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ എന്താ? യൂണിഫോം അലവൻസ്, അതുപോലെ സ്കിൽ അലവൻസ്, ദെൻ റെസ്പോൺസിബിലിറ്റി അലവൻസ്, നൈറ്റ് ഷിഫ്റ്റ് അലവൻസ് ആൻഡ് ആക്ടിങ് അലവൻസ് ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞത്. ക്ലിയർ ആണല്ലോടാ? നോക്കാം, നമുക്ക് അടുത്ത ഇതിലേക്ക് പോയാലോ. ഇനി പറയാണ് അലവൻസ് അടുത്ത ടൈപ്പ് ആണ് രണ്ടാമത്തെ. അപ്പൊ എഴുതി വെക്കുക നോട്ടില്, രണ്ടാമത്തെ ടൈപ്സ് ഓഫ് അലവൻസ്. അപ്പൊ ഫുള്ളി ടാക്സബിൾ അലവൻസ് കഴിഞ്ഞു. ഇനി അലവൻസ് അപ് ടു സ്പെസിഫിക് ലിമിറ്റ്. ഒരു സ്പെസിഫിക് ലിമിറ്റ് വരെ നമുക്ക് എന്താണ്? എക്സംപ്റ്റഡ് ആണ്. അത് കഴിഞ്ഞ് ബാക്കി വരുന്നതിനൊക്കെ എന്താ അടച്ചോളണം? ടാക്സ് അടച്ചോളണം. സോ അതാണ് രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്. അണ്ടർ സെക്ഷൻ 10 പ്രകാരമാണ്. ഞാൻ നേരത്തെ അലവൻസിന്റെ സെക്ഷൻ പറഞ്ഞപ്പോൾ 10 പ്രകാരം കുറച്ച് കണ്ടീഷൻസുകൾ അലവൻസിൽ ഉണ്ട് എന്നുള്ളത് അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കാം, ഫസ്റ്റ് അലവൻസ് ആടാ HRA. ഓക്കെ, HRA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഒരു ബാംഗ്ലൂർ അല്ലെങ്കിൽ ചെന്നൈയിലൊക്കെ പോയിട്ട് ഒരു ജോലി ചെയ്യാന്ന് വിചാരിക്കാം. അവിടെ ചെല്ലുമ്പോൾ സ്വാഭാവികമാണ് നിങ്ങൾക്ക് താമസിക്കാൻ സ്ഥലങ്ങൾ. കമ്പനി തന്നെ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ടായിരിക്കാം. ഒന്ന്, കമ്പനി എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വീട് അറേഞ്ച് ചെയ്ത് തരാം. നിങ്ങൾ പൈസ ഒന്നും അറിയണ്ട, അവിടെ പോയി കിടന്നുറങ്ങുക, എനിക്ക് വരിക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വീട് കണ്ടെത്താം, നിങ്ങൾക്ക് ഫ്ലാറ്റ് കണ്ടെത്താം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമ്പനി സാലറിയോടൊപ്പം HRA ഹൗസ് റെന്റ് അലവൻസ് എന്ന് പറഞ്ഞിട്ട് പൈസയായിട്ട് നിങ്ങൾക്ക് തരും. ക്ലിയർ ആണല്ലോ? അപ്പൊ അതാണ് ഹൗസ് റെന്റ് അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസയായിട്ട് എംപ്ലോയർ എംപ്ലോയിക്ക് താമസിക്കുന്ന വീടിന് റെന്റ് കൊടുക്കാനായിട്ട് പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ HRA എന്ന് വിളിക്കും. ഇത് എക്സെപ്ഷൻസ് ഉണ്ട്. സെക്ഷൻ 13 ക്ലോസ് 13A പ്രകാരം എക്സെപ്ഷൻ ഉണ്ട്. താഴെ പറയുന്ന 3 കണ്ടീഷൻ. അപ്പൊ നമുക്കിത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോബ്ലത്തില് HRA കാൽക്കുലേഷൻ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ HRA എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്
തിയറി ബേസ്ഡ് എക്സെപ്റ്റഡ് എമൗണ്ട് നമ്മൾ പറഞ്ഞു HRAയിൽ ഒരു എക്സെപ്റ്റഡ് എമൗണ്ട് ഉണ്ട്. ആ എക്സെപ്റ്റഡ് എമൗണ്ട് എത്രയാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ആ കണ്ടുപിടിക്കാനായിട്ട് 3 കണ്ടീഷൻസുകൾ നമ്മൾ പഠിക്കണോടാ. ഒന്ന്, എത്രയാണോ ആക്ച്വൽ HRA റിസീവ്ഡ്. അപ്പൊ 1 എന്ന് പറഞ്ഞിട്ട് ആ കണ്ടീഷൻ അവിടെ എഴുതി വെക്കുക, ആക്ച്വൽ HRA റിസീവ്ഡ്. ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടായിരിക്കും, നേരെ നോക്കണ്ട, ഒന്നും നോക്കാനില്ല, അതെടുത്ത് അങ്ങോട്ട് എഴുതുക. ഓക്കെ, പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ അത് വൃത്തിക്ക് നമ്മൾ പറഞ്ഞു തരുന്നതാണ്. രണ്ടാമത്തെ കണ്ടീഷൻ, റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി. എന്താണ് റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി എടുത്ത് എഴുതുക. അപ്പൊ റെന്റ് പെയ്ഡ് എത്രയാന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിൽ നിന്ന് 10% ഓഫ് ബേസിക് സാലറി നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കളഞ്ഞിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇനി അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ, ഈ ജോലി ചെയ്യുന്നത് മെട്രോപൊളിറ്റൻ സിറ്റിയിലാണെങ്കിൽ, ഏതൊക്കെയാണ് മെട്രോപൊളിറ്റൻ സിറ്റി എന്ന് ഇൻകം ടാക്സ് പറയുന്നുണ്ട്, ഡൽഹി, ചെന്നൈ, മുംബൈ, കൊൽക്കത്ത എന്നുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ 15% ഓഫ് സാലറി കണ്ടെത്തുക. അപ്പൊ അതാണ് മൂന്നാമത്തെ കണ്ടീഷൻ. ഇനി അതല്ല, അതർ സ്റ്റേറ്റ് ആണ്, നോൺ മെട്രോ സിറ്റി പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ 14% സാലറി മതി. ഓക്കെ, ശ്രദ്ധിക്കുക, HRAയിൽ എക്സെപ്റ്റഡ് എമൗണ്ട് കാണാനായിട്ട് 3 കണ്ടീഷൻസ്. ഫസ്റ്റ് കണ്ടീഷൻ, ആക്ച്വൽ HRA റിസീവ്ഡ് എഴുതി വെക്കുക. രണ്ടാമത്തെ, റെന്റ് പെയ്ഡ് മൈനസ് 10% സാലറി. മൂന്നാമത്തെ, മെട്രോപൊളിറ്റൻ നഗരം ഡൽഹി, ചെന്നൈ, കൊൽക്കത്ത, മുംബൈ ആണെങ്കിൽ 50% സാലറിയും, അതല്ല എന്നുണ്ടെങ്കിൽ 40% ഓഫ് സാലറി എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ക്ലിയർ? ഇനി ഇതിലേതാണോ, ഈ 3 കണ്ടീഷനുകളിലും ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് ഏതാണോ, ചെറുത് ഏതാണോ, ആ ലീസ്റ്റ് എമൗണ്ട് ആണെന്ന് പറഞ്ഞാല് എക്സെപ്റ്റഡ് HRA, നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടാത്ത HRA എന്ന് പറയുന്നത്. അപ്പൊ 1 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു 10,000 രൂപ HRA ഉണ്ട്. ആ 10,000 രൂപയിൽ 5,000 രൂപ എക്സെപ്റ്റഡ് HRA എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ 10,000-ൽ നിന്ന് 5,000 കുറച്ചുകൊണ്ട് ബാക്കിയുള്ള 5,000 രൂപയ്ക്ക് എന്ത് ചെയ്താൽ മതി, ടാക്സ് അടച്ചാൽ മതി. ഓക്കെ, ചിലർക്ക് കത്തിയിട്ടുണ്ടായിരിക്കും, ചിലർക്ക് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ പക്കയായിട്ട് ക്ലിയർ ആവും. അപ്പൊ HRയുടെ കാൽക്കുലേഷൻ 3 ബൈഹാർട്ട് ചെയ്തിട്ട്, ബൈഹാർട്ട് അല്ല, മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കും. ഓക്കെ, ഇനി നോക്കിയാൽ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് 10% ഓഫ് ബേസിക് സാലറി എന്ന് ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ട് അല്ലെ, 50% ഓഫ് ദി ബേസിക് സാലറി എന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ HRAയിൽ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ നമ്മൾ എടുക്കണം ക്വസ്റ്റ്യനിൽ നിന്ന്. അല്ലാതെ വെറും സാലറി, ബേസിക് സാലറി എന്ന് പറഞ്ഞാൽ മാത്രമല്ല നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ പഠിച്ച സാലറി എന്ന് പറഞ്ഞാൽ കുറെ ഐറ്റംസ് ആഡ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ബേസിക് സാലറി, അലവൻസ്, പെർക്വിസിറ്റ്സ്, ബോണസ്, കമ്മീഷൻ എക്സെട്ര നമ്മൾ പഠിച്ചു. അപ്പോൾ HRA കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട 3 ഐറ്റം മാത്രമേ നമ്മൾ സാലറിയിൽ കൊണ്ടുവരാനായിട്ട് പാടുള്ളൂ. ആ 3 ഐറ്റം ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ ബേസിക് സാലറി. ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തുണ്ടായിരിക്കും, ബേസിക് സാലറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു എമൗണ്ട് തന്നിട്ടുണ്ടായിരിക്കും, അതെടുക്കുക. ഓക്കെ, രണ്ടാമത്തെ ഡിയർനെസ് അലവൻസ്. പക്ഷെ ഒരു കാര്യം ഉണ്ടടാ, ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് ഡിയർനെസ് അലവൻസ് ഇൻ ദി ഫോം ഓഫ് പാർട്ട് ഓഫ് റിട്ടയർമെന്റ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ്. മറക്കരുത്, എന്താണ്? ഇറ്റ്സ് ഫോംസ് പാർട്ട് ഓഫ് റിട്ടയർമെന്റ്. ഇത് റിട്ടയർമെന്റിന്റെ ഭാഗമായിട്ടുള്ള ഡി ആണെന്ന് പറയണം, അല്ലെങ്കിൽ എന്താ, ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയണം. മറക്കരുത്, ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയണം. ഓക്കെ, കുറച്ച് ചെയ്തിട്ടുണ്ട് ടേംസ്. ഓക്കെ, മനസ്സിലാക്കി വയ്ക്കുക, എഴുതി വയ്ക്കുക. ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് എന്നും പാർട്ട് ഓഫ് റിട്ടയർമെന്റ് ബെനിഫിറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഡിയർനെസ് അലവൻസിന്റെ ഒപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ക്ലിയർ ആണല്ലോ? വെറും DA തന്നു കഴിഞ്ഞാൽ HRA കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എടുക്കരുത്, എല്ലാവരും തെറ്റിക്കുന്ന ഭാഗമാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഇനി കമ്മീഷൻ. കമ്മീഷനും അതുപോലെ തന്നെ വെറും കമ്മീഷൻ തന്നു കഴിഞ്ഞാൽ എടുക്കരുത്. കമ്മീഷൻ ഇഫ് ഈസ് റിസീവ്ഡ് ഫിക്സഡ് പെർസെന്റേജ് ഓഫ് ടേൺ ഓവർ ആണെങ്കിൽ, നമ്മുടെ സെയിൽസിന്റെ ഒരു ഫിക്സഡ് പെർസെന്റേജ് ടേൺ ഓവർ ആണ് കമ്മീഷനായിട്ട് തരുന്നത് എന്നുണ്ടെങ്കിൽ ആ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ HRAയിൽ സാലറി ഇൻക്ലൂഡ്സ് ബേസിക് സാലറി, ഡിയർനെസ് അലവൻസ്, ഇൻ പാർട്ട് ഓഫ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്, അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയും, അതല്ലെങ്കിൽ കമ്മീഷൻ. പക്ഷെ ഇറ്റ് ഈസ് റിസീവ്ഡ് ഫിക്സഡ് പെർസെന്റേജ് ടേൺ ഓവർ ആണെന്നുണ്ടെങ്കിൽ മാത്രം കമ്മീഷൻ എടുക്കുക. അപ്പൊ ഈ 3 കാര്യങ്ങളൊക്കെ ആണല്ലോ, മനസ്സിലാക്കി വെക്കണം. പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഫസ്റ്റ് വണ് ഏതാ,
ഫസ്റ്റ് നമ്മൾ ടാക്സബിൾ ആയിട്ടുള്ള അലവൻസുകൾ നമ്മൾ കുറച്ച് പഠിച്ചു. പിന്നെ അപ് ടു സ്പെസിഫിക് ലിമിറ്റ് വരെയുള്ളതാണ് നമ്മൾ പഠിച്ചത്. ഇനി അപ് ടു സ്പെസിഫിക് ലിമിറ്റ് വരെ രണ്ടാമത്തെ അടുത്തൊരു അലവൻസ് ആണ്, രണ്ടാമത്തെ അലവൻസ് ആണ് ട്രാൻസ്പോർട്ട് അലവൻസ് അല്ലെ. അപ്പൊ HRA കഴിഞ്ഞാൽ അടുത്ത സ്പെസിഫിക് ലിമിറ്റ് വരെ എക്സംപ്റ്റഡ് ആയിട്ടുള്ള അലവൻസ് ആണ് ട്രാൻസ്പോർട്ട് അലവൻസുകൾ. അറിയാലോ, നമുക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ് ടു 1600 പെർ മന്ത് നമുക്ക് എന്താണ് എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, ഹോം ആൻഡ് വർക്ക്, വീട്ടിലേക്ക് വന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെലവുണ്ടായിരിക്കാം. സോ അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഒരു മാസം 1600 രൂപ വരെ നമുക്ക് എന്ത് കിട്ടും, എക്സെപ്ഷൻ. ഇപ്പൊ നമ്മുടെ കമ്പനി നമുക്ക് 2000 രൂപയാണ് ഒരു മാസം ട്രാൻസ്പോർട്ട് അലവൻസ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 2000-ൽ നിന്ന് 1600 കുറച്ച് 400 രൂപയ്ക്ക് എന്തടച്ചാൽ മതി, ടാക്സ് അടച്ചാൽ മതി. 400 രൂപയ്ക്ക് ടാക്സ് അടച്ചാൽ മതി. എങ്ങനെ 400 കിട്ടിയത്? 2000 മൈനസ് 1600. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് 2000. പിന്നെ 2000 എവിടെ നിന്നാണ് കിട്ടിയെന്നാലും വിചാരിക്കണ്ട. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയാൽ 1600 പെർ മന്ത് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് 19,200 രൂപ ഒരു കൊല്ലം എന്ത് ചെയ്യാണ്, യാത്ര ചെയ്യുന്നതിന് വേണ്ടി മാത്രം അലവൻസ് ആയിട്ട് അവിടെ കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ആളൊരു ഹാൻഡിക്യാപ്പ്, ഒരു ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള എംപ്ലോയി ആണെന്ന് വെച്ചെങ്കിൽ ഇരട്ടി അട കിട്ടുന്നത്. ഒരു മാസം 3200 പെർ മന്ത് എന്താണ് എക്സംപ്ഷൻ ആണെന്നുള്ളത് എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കാം. ചിൽഡ്രൻ അലവൻസ് ആണ് അടുത്ത ടൈപ്പാണ് ചിൽഡ്രൻസിന്റെ അലവൻസ്. ചിൽഡ്രൻസിന് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പേരൻസ് ചെലവാക്കുന്നുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് 100 രൂപ വെച്ചിട്ട് ഒരു മാസം, അങ്ങനെ മാക്സിമം 2 കുട്ടികൾക്ക് അലൗഡ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയാടാ, ഒരു കുട്ടിക്ക് 100 രൂപ വെച്ച് ഒരു മാസം എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം 1200 രൂപ, 100 × 12 1200 രൂപ. അങ്ങനെ മാക്സിമം 2 കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1200 ഇൻറ്റു എത്രയാ, 2 പറയുമ്പോൾ എത്ര കിട്ടി, 1200 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ നമുക്ക് 2400 രൂപ. അപ്പൊ 2 കുട്ടികളുടെ എക്സ്പെൻസ് നോക്കുന്ന ഒരു രക്ഷിതാവാണെന്ന് വെച്ചെങ്കിൽ അവർക്ക് ഇൻകം ടാക്സിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നാ പറയണത്, 2400 രൂപ വരെ ആ കിട്ടുന്ന അലവൻസ്. ഇപ്പൊ നമ്മൾ ജോലി ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ, നമ്മുടെ മക്കൾ പഠിക്കുന്നെന്ന് വെച്ചെങ്കിൽ നമ്മുടെ കമ്പനി മക്കളുടെ എഡ്യൂക്കേഷൻ അലവൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിക്ക് 100 രൂപ വെച്ച് ഒരു മാസം നമുക്ക് തരും. ഓക്കെ, ഇനിയിപ്പോ നമ്മുടെ കമ്പനി 500 രൂപ വെച്ചാൽ തരുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ 100 രൂപ എനിക്ക് കുറച്ച് കളയാം, ബാക്കിയുള്ള എമൗണ്ടിനൊക്കെ എന്ത് ചെയ്യാൻ അവിടെ ഞാൻ ടാക്സ് അടയ്ക്കണം. എനിക്കൊരു കുട്ടിയുണ്ട്, എനിക്ക് എന്റെ കമ്പനി 500 രൂപ മോന്റെ പഠനത്തിന് വേണ്ടി എടുത്തോന്നുകൊണ്ട് മാസം തരും. അപ്പൊ എനിക്ക് 500 രൂപ കിട്ടിയാൽ 500-ൽ നിന്ന് 100 രൂപ കുറച്ച് ബാക്കി 400 രൂപയ്ക്ക് ഞാൻ എന്ത് ചെയ്യണം, ടാക്സ് അടച്ചു കൊടുക്കണം. എനിക്ക് 2 കുട്ടികളുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് ചെയ്യണം, 1000 രൂപ തരുന്നുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് 100, മറ്റേ കുട്ടിക്ക് 100, അപ്പൊ 200 രൂപ. അപ്പൊ 1000-ൽ നിന്ന് 200 കുറച്ചാൽ ബാക്കി 800 രൂപയ്ക്ക് ഞാൻ എന്ത് ചെയ്യണം, ടാക്സ് അടച്ചു കൊടുക്കണം. ഓക്കെ, ഇനി എനിക്ക് എക്സ്ട്രാ 3 കുട്ടികൾക്ക് ഉണ്ട് വരികയാണെന്ന് വെച്ചാൽ 2 കുട്ടികളെ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കുറയ്ക്കാൻ പറ്റുള്ളൂ. അതായത് മാക്സിമം 2400 പെർ ഇയറേ നമുക്ക് എന്ത് പറ്റുള്ളൂ, കുറച്ച് കിട്ടുള്ളൂ. മനസ്സിലാക്കും. ഇത് പ്രോബ്ലത്തിൽ കയറി വരാറുണ്ട്, ശ്രദ്ധിച്ചിരിക്കണം. പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഡീപ്പായിട്ട് അത് പറയുന്നതായിരിക്കും. ക്ലിയർ? അപ്പൊ 3 കാര്യങ്ങൾ പഠിച്ചു: HRA, ട്രാൻസ്പോർട്ട് അലവൻസ്, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്. ഇനി അതുപോലെ തന്നെ ചിൽഡ്രനെ ഹോസ്റ്റലിൽ നിൽക്കാന്ന് വിചാരിക്കാം അല്ലെ. ഹോസ്റ്റലിൽ നിൽക്കുന്നുണ്ട് വെച്ചാൽ കുട്ടികളുടെ പഠനത്തിന്റെ ഹോസ്റ്റൽ ചെലവിന് വേണ്ടിയിട്ടും കമ്പനി ഒരു അലവൻസ് കൊടുക്കാം. നമുക്ക് 300 പെർ മന്ത് ആണ്. അവിടെ 100 രൂപയായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഹോസ്റ്റലാകുമ്പോൾ കുറച്ചുകൂടി എക്സ്പെൻസ് ആ, ഫുഡിനും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ ഒരു കുട്ടിക്ക് 300 പെർ മന്ത് വരെ നമുക്ക് എക്സംപ്റ്റഡ് ആണ്. മാക്സിമം എത്രയാ, 2 കുട്ടികൾ. ഓക്കെ, അപ്പൊ 300 എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയായിരിക്കും, 3600 വരും. അപ്പോൾ 2 കുട്ടികളാകുമ്പോൾ പെർ ഇയർലി 7200 രൂപ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കളയാം. ഓക്കെ, അപ്പൊ സ്റ്റുഡൻസ് എഡ്യൂക്കേഷൻ അലവൻസ് 100 ആണ് പെർ മന്ത്, മാക്സിമം അപ് ടു 2 ചിൽഡ്രൻ. അതുപോലെ ഹോസ്റ്റൽ സ്റ്റുഡൻസിന്റെ നമ്മുടെ കുട്ടിയുടെ എക്സ്പെൻഡിച്ചർ ഓൺ ഹോസ്റ്റൽ ആണെങ്കിൽ 300 രൂപ പെർ മന്ത്, മാക്സിമം 2 കുട്ടികൾക്കാണ്. പക്ക ക്ലിയർ അല്ലേടാ? നോക്കാം. നെക്സ്റ്റ് ആണ് അണ്ടർഗ്രൗണ്ട് അലവൻസ് ഉണ്ടാവും. നമ്മുടെ ഈ മൈനിങ് പോലുള്ള ആക്ടിവിറ്റികളൊക്കെ, ജോലിയൊക്കെ ഇറ്റ് ഇസ് കാൻഡിഡ് ടു ആൻ എംപ്ലോയീസ് വർക്കിംഗ് അൺക്ലീനിൽ ആൻഡ് അൺനേച്ചുറൽ ക്ലൈമറ്റ്. അതായത് നമുക്ക് ഈ മൈനിങ് താഴെയുള്ള ഭൂമിയുടെ അടിയിലൊക്കെ ഉള്ളതാണ്. അതുപോലെ തന്നെ അൺനേച്ചുറൽ ക്ലൈമറ്റ്, നമുക്ക് ക്ലൈമറ്റ് നമ്മുടെ നോർമൽ ക്ലൈമറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ജോലി ചെയ്യാമെന്ന് വെച്ചെങ്കിൽ നമുക്ക് അവിടെ ഓൾ ഇന്ത്യയിൽ നമുക്ക് എക്സംപ്റ്റ് 800 പെർ മന്ത് വെച്ചിട്ട് നമുക്ക് അണ്ടർഗ്രൗണ്ട് അലവൻസ് കിട്ടുകയാണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ 1000 രൂപ അണ്ടർഗ്രൗണ്ട് അലവൻസ് എനിക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ എനിക്ക് അതിൽ നിന്ന് 200 രൂപയ്ക്ക് മാത്രം ടാക്സ് അടച്ചാൽ മതി. ബാക്കി 800 പെർ മന്ത് എനിക്ക് എന്താണ്, എക്സംപ്റ്റഡ് ആണ്. അത് ഞാൻ ടാക്സ് അടയ്ക്കേണ്ടതെന്നാണ് പറയുന്നത്. ഓക്കെ,
കുറച്ച് എക്സാമ്പിളുകൾ നമ്മൾ പഠിച്ചു. അലവൻസ്, ടാക്സബിൾ അലവൻസ് അപ് ടു സ്പെസിഫിക് ലിമിറ്റ് എന്ന് പറയുന്നതിന് കുറച്ച് പഠിച്ചു. ഏതൊക്കെയാ ഒന്ന് ഓർത്തെടുത്തേ? ഒന്ന് ഹൗസ് റെന്റ് അലവൻസ്, രണ്ടാമത്തെ ട്രാൻസ്പോർട്ട് അലവൻസ്, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്, ചിൽഡ്രന്റെ ഹോസ്റ്റൽ അലവൻസ്, അണ്ടർഗ്രൗണ്ട് അലവൻസ് ഒക്കെ നമ്മൾ പഠിച്ചു. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നമുക്ക് ക്ലാസിഫിക്കേഷനിൽ പോവാം. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഫുള്ളി എക്സംപ്റ്റഡ്. വളരെ, കാരണം ഇതിന് ഈ ഒരു അലവൻസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടുകയാണെന്ന് വെച്ചെങ്കിൽ എന്ത് ചെയ്യണ്ട? ടാക്സ് അടയ്ക്കണ്ട. ₹1 പോലും ടാക്സ് അടയ്ക്കണ്ട. എത്ര കിട്ടിയാലും പൈസ അടയ്ക്കേണ്ട ആവശ്യമില്ല. നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ അലവൻസ്. ശ്രദ്ധിക്കണം. ഫോറിൻ അലവൻസ് സെക്ഷൻ 10 ക്ലോസ് 7. 10 ക്ലോസ് 7 പറയുന്ന ഫോറിൻ അലവൻസ്. എനി അലവൻസ് ഓർ പെർക്വിസിറ്റ് പെയ്ഡ് ഓർ ഗ്രാൻഡ് ബൈ ദി ഗവൺമെന്റ്. ഗവൺമെന്റ് എന്തെങ്കിലും അലവൻസോ പെർക്വിസിറ്റോ ഗ്രാൻഡ് ചെയ്യാണ് ഓഫ് ഇന്ത്യ ടു ഇന്ത്യൻ സിറ്റിസൺ ഫോർ റെൻഡറിങ് സർവീസ്. അതായത് ഇന്ത്യയുടെ പുറത്ത്, ഇപ്പൊ കാനഡയിൽ നിങ്ങളൊരു സർവീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അലവൻസോ പെർക്വിസിറ്റ്സോ കിട്ടുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ എന്ത് ചെയ്യണ്ട? ഇന്ത്യയിൽ ഒന്ന് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അതാണ് ഫോറിൻ അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. ഇനി അതിന്റെ എക്സാമ്പിൾ ഒക്കെ പറയുന്നുണ്ട്. IFS ഓഫീസർ ആണെങ്കിൽ റിസീവർ, ഇന്ത്യൻ ഫോറിൻ സർവീസ് ഓഫീസർ പുറത്തു പോയിട്ട് ജോലി ചെയ്യുന്നുണ്ടാവും. സോ അവർക്ക് നമ്മൾ അലവൻസുകളൊക്കെ ഇന്ത്യൻ ഗവൺമെന്റ് കൊടുക്കും. അതിനൊന്നും അവർ ടാക്സ് അടയ്ക്കേണ്ട. അടുത്താണ് അലവൻസ് ടു ജഡ്ജസ് ഓഫ് ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട്. അല്ലെ, ഹൈക്കോർട്ടിലെയോ സുപ്രീം കോർട്ടിലെയോ ജഡ്ജസിന് അലവൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ അലവൻസിന് സെക്ഷൻ 10 ക്ലോസ് 8 പ്രകാരം അവരെന്തടയ്ക്കേണ്ട? ടാക്സ് അടയ്ക്കേണ്ട. എന്താ പറയുന്നത്? നമ്മുടെ സുപ്രീം കോടതി ജഡ്ജോ ഹൈക്കോടതി ജഡ്ജസിനോ കിട്ടുന്ന അലവൻസിന് എന്ത് ചെയ്യേണ്ടെന്നാ പറയുന്നത്? ടാക്സ് അടയ്ക്കേണ്ടതായിട്ടില്ല എന്നാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്? പറയേണ്ടത്. ഓക്കെ. എനി അലവൻസ് പെയ്ഡ് ടു ദ ജഡ്ജ് ഓർ ഹൈക്കോർട്ട് ഓഫ് ദി സുപ്രീം കോർട്ട് ആർട്ടിക്കിൾ 2222 ക്ലോസ് 2 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഇതിനെയാണ് നമ്മൾ സാങ്ച്വറി അലവൻസ് ഗ്രാൻഡഡ് ഫോർ ദി ഡ്യൂറേഷൻ ഓഫ് ദി അസൈൻമെന്റ്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും അവരുടെ വർക്കും കാര്യങ്ങളും നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് നമ്മൾ കൊടുക്കുന്ന അലവൻസ് നമ്മൾ എന്ത് ചെയ്യേണ്ട? അവർ ടാക്സ് അടയ്ക്കേണ്ട. ഓക്കെ. അടുത്താണ് അലവൻസ് ടു ഗവൺമെന്റ് എംപ്ലോയീസ് ഓൺ ഫോറിൻ സർവീസസ്. നമ്മുടെ ഗവൺമെന്റ് എംപ്ലോയീസുകൾ എന്തെങ്കിലും ഫോറിൻ സർവീസുകൾ ചെയ്യുന്നുണ്ട് വെച്ചെങ്കിൽ, നമ്മുടെ ഡെപ്യൂട്ടേഷനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ LD ക്ലർക്കായിട്ടിരിക്കുന്ന ഒരു വ്യക്തിനെ പെട്ടെന്ന് നമ്മുടെ ഗവൺമെന്റ് ആവശ്യങ്ങൾക്കായിട്ട് പുറത്തേക്ക് താൽക്കാലികമായിട്ട് നമ്മൾ വിടുകയാണെന്ന് വിചാരിക്കാം. സോ ഇവിടെ നാട് വിട്ട് മാറി അവിടേക്ക് നിൽക്കുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ സോ അവർക്ക് ഒരു അലവൻസ് കൊടുക്കും. ഗവൺമെന്റ് കൊടുക്കുന്നതാണ്. ഗവൺമെന്റ് കൊടുക്കുന്ന അലവൻസിന് എന്ത് വേണ്ട? ടാക്സ് അടയ്ക്കേണ്ട. അപ്പൊ നിങ്ങൾ മൂന്നെണ്ണം നമ്മൾ പഠിച്ചു. ഫോറിൻ അലവൻസ് IFS ഉദ്യോഗസ്ഥർക്ക്. പിന്നെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് എംപ്ലോയി പുറത്ത് പോയിട്ട് അബ്രോഡ് പോയിട്ട് ചെയ്യാൻ, ഫോറിനിൽ പോയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അലവൻസ് കിട്ടുന്നത്. പിന്നെ ഒന്ന് അലവൻസ് മറക്കരുത്, ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട് എന്നുള്ളത്. ക്ലിയർ ആണല്ലോടാ? നെക്സ്റ്റ് നമുക്ക് നോക്കാം. അടുത്തതാണ് സെഞ്ച്വറി അലവൻസ് എന്ന് പറയുന്നത്. സെഞ്ച്വറി അലവൻസ് അലവൻസ് ഗ്രാൻഡഡ് ടു സെർട്ടൈൻ ഹൈ റാങ്കിങ് ഗവൺമെന്റ്. അതായത് സെഞ്ച്വറി അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നിങ്ങൾ കാര്യം വെച്ചത് മൊത്തം ഗവൺമെന്റ് കൊടുക്കുന്ന അലവൻസുകൾക്കാണ് ഫുള്ളി എക്സെപ്ഷൻസുകൾ വരുന്നത്. അല്ലെ, ഗവൺമെന്റ് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഉള്ളത്. അപ്പൊ സെഞ്ച്വറി അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലവൻസ് ഗ്രാൻഡഡ് ടു സെർട്ടൈൻ ഹൈ റാങ്കിങ് ഒഫീഷ്യൽസ്, നല്ല ഹൈ റാങ്കിങ്ങിലുള്ള ഒഫീഷ്യൽസിന് നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ ഹൈക്കോടതി ജഡ്ജ്, മെമ്പർ ഓഫ് പാർലമെന്റ്, അങ്ങനെയുള്ളവർക്കൊക്കെ അവർ എന്റർടൈൻമെന്റ് നേച്ചർ ഇൻക്ലൂഡ്, അതായത് അവരുടെ പെർഫോം ഡ്യൂട്ടീസും അവർക്കൊക്കെ ഭയങ്കര ഹൈ പ്രഷറിലെ ജോലികളാണല്ലോ. സോ അവരുടെ ആ പ്രഷറിന്റെ ഇടയിൽ അവർ എന്റർടൈൻമെന്റും കാര്യങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും അലവൻസ് കൊടുക്കുന്നുണ്ട് വെച്ചെങ്കിൽ അതിനെന്ത് ചെയ്യേണ്ടെന്ന് പറയുന്നത്? ടാക്സ് അടയ്ക്കേണ്ടതായിട്ടില്ല. ഓക്കെ. ഒന്ന് ഫോറിൻ അലവൻസ്, രണ്ടാമത്തെ ഹൈക്കോടതി ജഡ്ജിയുടെ അല്ലെ സുപ്രീം കോടതി ജഡ്ജിയുടെ, പിന്നെ സെഞ്ച്വറി അലവൻസുകൾ, പിന്നെ ഗവൺമെന്റിലുള്ള ആരെങ്കിലും പുറത്തു പോയി കഴിഞ്ഞാൽ ഫോറിനിൽ പോയി കഴിഞ്ഞാലുള്ള അലവൻസ്. ലാസ്റ്റ് വണ്ണാണ് ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് ഫ്രം ദി യുണൈറ്റഡ് നേഷൻ, UNO, യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷനിലുള്ള അവർക്ക് കൊടുക്കുന്ന, അവിടുത്തെ മെമ്പേഴ്സിനൊക്കെ കൊടുക്കുന്ന അലവൻസിന് എന്ത് ചെയ്യേണ്ടെന്നാണ് പറയുന്നത്? ടാക്സ് അടയ്ക്കേണ്ടതായിട്ടില്ല. നിരന്തരമായിട്ട് ചോദിക്കുന്നതാണ് വാട്ട് ഡു യു മീൻ ബൈ അലവൻസ് ആൻഡ് വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് അലവൻസ്. ഒരു പക്ഷേ 10 മാർക്കിന് ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ 5 മാർക്കിന് ചോദിക്കാം. വാട്ട് ആർ ദി ഫുള്ളി ടാക്സബിൾ അലവൻസ്, ലിസ്റ്റ് ഔട്ട് ഫുള്ളി ടാക്സബിൾ അലവൻസ്, എഴുതിക്കൊള്ളണം. ലിസ്റ്റ് ഔട്ട് ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ്, എഴുതിക്കൊള്ളണം. റൈറ്റ് എ നോട്ട് അബൌട്ട് ഫുള്ളി അല്ല ടാക്സബിൾ അലവൻസ് വിത്ത് സ്പെസിഫൈഡ് ലിമിറ്റ്, എഴുതിക്കൊള്ളണം. ഓക്കെ. എക്സാമ്പിൾ വെച്ചിട്ട് വളരെ വ്യക്തമായ രീതിയിൽ തിയറി ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ് തന്നിട്ടുണ്ട് അലവൻസിനെ പറ്റിയിട്ടും സാലറിനെ പറ്റിയിട്ടും. ഇനി ഈ അലവൻസിനെ പറ്റിയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ ഇതിന്റെ പ്രോബ്ലം, HRA കാൽക്കുലേഷൻ തുടങ്ങിയിട്ടുള്ള പ്രോബ്ലം, കാരണം ഇതെല്ലാം നമുക്ക് SA ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇതെല്ലാം സ്റ്റെപ്പ് ആയിട്ട് കണ്ടുപിടിക്കണം. ഓരോന്ന് കണ്ടുപിടിക്കുമ്പോൾ അതിനാണെന്നുള്ള പ്രത്യേകതര മാർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടുള്ളത്. ഓക്കെ. അപ്പൊ എല്ലാവരും
ശക്തമായ രീതിയിൽ എന്ത് ചെയ്യുക, പഠിക്കുക, നമ്മളോടൊപ്പം തന്നെ നിൽക്കുക. നമുക്ക് നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ക്ലാസ് ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ക്ലാസ്സിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മളോട് പറയാം, നമ്മൾ അതൊക്കെ നികത്തി അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ പിന്നെയും പറയുന്നു, അഡ്മിഷൻ എടുക്കാം, പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള എല്ലാവരും വെച്ചെങ്കിൽ നമ്മളെ എത്രയും വേഗം തന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് കാണാം. താങ്ക് യു.